ഏപ്രിൽ 10 പ്രഭാതത്തിൽ ഇസ്രായേലിലെ പ്രധാന പത്രങ്ങളിലെല്ലാം ഒരേ പരസ്യം വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വരുന്നു. എത്രയും പെട്ടെന്ന് ഹമാസുമായി കരാറിലെത്തുക, ബന്ധുക്കളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക. ഇങ്ങനെ അസാധാരണമായിരുന്നു അതിന്റെ ഉള്ളടക്കം. മാസങ്ങളായി ഇസ്രായേൽ തെരുവുകളിൽ ഉയരുന്ന മുറവിളികളാണത്. പക്ഷെ ആ പരസ്യത്തിന് പിന്നിൽ തെരുവിലുള്ള സാമൂഹിക പ്രവർത്തകരോ പ്രതിഷേധ രംഗത്തുള്ള സാധാരണ പൗരന്മാരോ ഒന്നുമായിരുന്നില്ല, ബന്ധുക്കളുടെ കുടുംബങ്ങളുമല്ല. ഇസ്രായേലിൽ ഏറ്റവും പ്രിവിലേജുള്ള ഒരു സംഘത്തിന്റെ ഭീമഹർജിയായിരുന്നു അത്. ഗസയിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അതേ ഇസ്രായേൽ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരായിരുന്നു അതിൽ ഒപ്പുവെച്ചത്. 1000ഓളം എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഇപ്പോഴും സർവീസിലുള്ള 100ഓളം പേർ, ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പൈലറ്റുമാർ, IAF മുൻ തലവനും മുൻ IDF മേധാവിയുമായ ഡാൻ ഹാൾസുമുണ്ട് അക്കൂട്ടത്തിൽ. ഗസ ആക്രമണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. യുദ്ധം മറയാക്കിക്കൊണ്ടുള്ള നെതന്യാഹുവിന്റെയും ഭരണകൂടത്തിന്റെയും വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ ദുഷ്ടലാക്കുമെല്ലാം വിളിച്ചു പറയുന്നുണ്ട് പരസ്യത്തിൽ. ഉന്നത തലത്തിലുള്ള ഇടപെടലും ഭീഷണികളും സമ്മർദ്ദങ്ങളുമെല്ലാം മറികടന്നാണ് ഉദ്യോഗസ്ഥർ ആ ഭീമഹർജി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. ഹർജിയിൽ ഉയർത്തിയ ആവശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: എത്രയും പെട്ടെന്ന് ഹമാസുമായി കരാറിലെത്തി ബന്ധുക്കളെ നാട്ടിൽ തിരിച്ചെത്തിക്കണം. ഗസ ആക്രമണം അവസാനിപ്പിച്ചെങ്കിലും അത് ചെയ്യണം. ഓരോ ദിവസം കഴിയും തോറും അവരുടെ ജീവൻ അപകടത്തിലാവുകയാണ്. യുദ്ധം ഇനിയും തുടരുന്നത് കൊണ്ട് പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനാകില്ല. ബന്ദികൾക്കും ഇസ്രായേൽ സൈനികർക്കും നിരപരാധികളായ സിവിലിയന്മാർക്കും ജീവൻ നഷ്ടപ്പെടുമെന്നല്ലാതെ ഒരു നേട്ടവുമില്ല. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ശക്തി ക്ഷയിക്കാൻ ഇത് ഇടയാക്കും. കരാറിലൂടെ മാത്രമേ ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാനാകൂ എന്നത് മുൻപും തെളിയിക്കപ്പെട്ടതാണ്. സൈനിക തലത്തിലുള്ള സമ്മർദ്ദ ശ്രമങ്ങൾ ബന്ദികളുടെ മരണത്തിലായിരിക്കും കലാശിക്കുക. നമ്മുടെ സൈനികരെയും അത് അപകടത്തിലാക്കും. ഇങ്ങനെ പോകുന്നു പരസ്യത്തിലെ കുറിപ്പുകൾ. രാഷ്ട്രീയവും വ്യക്തിപരവുമായ താല്പര്യങ്ങളാണ് ഇപ്പോൾ യുദ്ധത്തിന് പിന്നിലുള്ളതെന്നും വിമർശിക്കുന്നുണ്ട് സൈനികർ. ആക്രമണങ്ങൾക്ക് പിന്നിൽ രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങളൊന്നുമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധത്തിനെതിരെ തെരുവിലിറങ്ങാൻ ഇസ്രായേൽ പൗരന്മാരോടും അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കാൻ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ഗസയിൽ ആക്രമണം തുടരുന്ന ഭരണകൂട നയത്തിനെതിരെ ജനവികാരം ഉണർത്തുകയായിരുന്നു ആ പരസ്യത്തിലൂടെ വ്യോമസേനാ ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ടത്. ഒരാഴ്ച മുൻപ് തന്നെ സൈനികർക്കിടയിൽ ഒപ്പുശേഖരണം നടന്നു. സ്വാഭാവികമായും ആ വാർത്ത ചോർന്നു. ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിക്കാൻ ഉന്നത തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായി. ഹർജിയിൽ ഒപ്പുവെച്ച സൈനികരുടെ പേരുവിവരങ്ങളെല്ലാം തന്നെ ചോർന്നിരുന്നു. ഇവരെ ഓരോരുത്തരെയും ബ്രിഗേഡിയർ ജനറൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെട്ടു. ഹർജിയിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. പലരെയും എയർഫോഴ്സ് കമാൻഡർ ടോമൻ ബാർ നേരിട്ട് കണ്ടു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തലവൻ ഇയാൽ സമീറും ടോമൻ ബാറിനൊപ്പം ചില ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. ഒട്ടും താമസിയാതെ ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്താമെന്ന് ഉറപ്പു നൽകി. ഹർജിയിൽ ഒപ്പുവെച്ചാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഒപ്പുവെച്ച ആകെ 970 പേരിൽ വെറും 25 പേർ മാത്രമാണ് പിന്മാറിയത്. IAF മേധാവി ധാർമ്മികവും നിയമപരവുമായ എല്ലാ സീമയും ലംഘിച്ചിരിക്കുകയാണെന്ന് ഹർജി തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർ വിമർശിച്ചു. റിസർവ് സൈനികരുടെ മൗലികാവകാശങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പത്രപരസ്യം പുറത്തു വന്നതിന് പിന്നാലെ റിസർവ് സൈനികർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഹർജിയിൽ ഒപ്പുവെച്ച കൂട്ടത്തിൽ ഇപ്പോഴും സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ മുഴുവൻ പുറത്താക്കിയതായാണ് പുറത്തുവരുന്ന വിവരം. IDF IAF തലവന്മാരുടെ ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി. ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത് ശിക്ഷാ നടപടിയല്ലെന്ന് ന്യായീകരിക്കുകയായിരുന്നു ടോമൻ ബാർ ചെയ്തത്. ഗസയിൽ ആക്രമണം പുനരാരംഭിച്ചത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്നും ബന്ധുക്കളെ അവഗണിക്കുകയാണെന്നുമാണ് ഹർജിയിൽ വിമർശിക്കുന്നത്. അത്തരമൊരു ഹർജിയിൽ ഒപ്പുവെച്ചവർക്ക് ഗസ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനു പുറമെ യുദ്ധകാലത്ത് ഇത്തരമൊരു കത്തിൽ ഒപ്പുവെക്കുന്നത് നിയമവിരുദ്ധവുമാണ്. ബന്ധുക്കൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയാണ് സൈന്യം ആക്രമണം നടത്തുന്നതെന്നും ന്യായീകരിക്കുകയായിരുന്നു IAF കമാൻഡർ. യുദ്ധം അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിൽ സൈന്യത്തിൽ ചേരാൻ ആളെ കിട്ടില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റിസർവ് സൈനികരിൽ ബഹുഭൂരിഭാഗവും സൈനിക നടപടിയുടെ ഭാഗമായിട്ടില്ലെന്നാണ് വിവരം. ഗസയിൽ ആക്രമണം തുടരുകയാണെങ്കിൽ സേവനത്തിന് തങ്ങളെ കിട്ടില്ലെന്ന് നേരത്തെ തന്നെ നിരവധി റിസർവ് സൈനികർ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യത്തിൽ പ്രതിസന്ധി തുടരുമ്പോഴാണ് കൂടുതൽ തിരിച്ചടിയായി വ്യോമസേനക്കാരുടെ കൂട്ടഹർജിയും പുറത്തുവരുന്നത്.